മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിന് കാരണമായ വിമാനാപകടത്തിന് മാസങ്ങൾക്ക് മുൻപേ സ്വകാര്യ ചാർട്ടർ വിമാനങ്ങൾക്ക് കർശന പരിശോധന വേണമെന്ന് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സുരക്ഷാ ചട്ടക്കൂടിലെ ഗുരുതര വിടവുകളെക്കുറിച്ച് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് മുന്നറിയിപ്പ് നൽകിയത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ഈ മട്ടിലൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയിരുന്നു. ഇപ്പോൾ വിടവാങ്ങിയത് പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നതാണ് ആ മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. രാജ്യത്തെ ഞെട്ടിച്ച ഒരു വിമാനാപകടമാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ജീവനെടുത്തത്. ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുന്നതും. ഈ റിപ്പോർട്ട് എന്നുള്ളത് ജൂണിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സമയത്ത് രൂപീകരിച്ച സമിതിയാണ് ഈ വ്യോമയാന മേഖലയിലെ സുരക്ഷാ പാളിച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗുരുതരമായ സുരക്ഷാ പാളിച്ചകൾ ഇത്തരത്തിൽ ചാർട്ടേഡ് വിമാന സർവീസുകളിൽ ഉണ്ട് എന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് പലപ്പോഴും ഈ ചാർട്ടേഡ് വിമാനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ചെറുവിമാനങ്ങൾ അവ കൃത്യമായി മറ്റ് റെഗുലർ സർവീസ് നടത്തുന്ന വ്യോമയാന കമ്പനികളുടെ വിമാനങ്ങൾക്ക് സമാനമായുള്ള സുരക്ഷാ പരിശോധനകൾ ചാർട്ടേഡ് വിമാനങ്ങളിൽ ഉണ്ടാകുന്നില്ല. അത് ചെറുവിമാനങ്ങളാണ്. കൂടാതെ അതിൻ്റെ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്ത സർവീസുകളല്ല, ചാർട്ടർ ചെയ്ത സർവീസുകളാണ് എന്നതുകൊണ്ട് തന്നെ പരിശോധനകൾ ഉണ്ടാകുന്നില്ല എന്നും ഇത്തരം സർവീസുകളിലും പരിശോധനകൾ, കർശനമായ സുരക്ഷാ പരിശോധനകൾ ആവശ്യമാണ് എന്നും മിന്നൽ പരിശോധനകൾ ഉൾപ്പെടെ ഇത്തരം കമ്പനികളുടെ വിമാനങ്ങളിൽ നടത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. MP ദീപക് മിശ്ര അധ്യക്ഷനായ സമിതിയാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒപ്പം തന്നെ ചൂണ്ടിക്കാണിച്ച ഗൗരവമുള്ള ഒരു കാര്യം, പ്രതികൂല കാലാവസ്ഥയോ വഴിതിരിച്ചുവിടുന്ന സാഹചര്യമോ ഉണ്ടാകുമ്പോൾ സാധാരണ വിമാനങ്ങൾക്ക് ലെയേഴ്സ് ഓപ്പറേഷൻ കൺട്രോൾ സെന്ററുകളുടെ സഹായം ലഭിക്കാറുണ്ട്. എന്നാൽ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് ഇത്തരം സർവീസുകൾ ലഭിക്കുന്നില്ല. അതും അത്തരം ഗുരുതരമായ സാഹചര്യങ്ങളിൽ ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം ചെറുവിമാനങ്ങൾക്ക് എന്നുള്ളതും ഈ സമിതി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും അത്തരത്തിലുള്ള പരിശോധനകളോ അല്ലെങ്കിൽ നടപടികളോ ആരംഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.